നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആരോടെങ്കിലും നിങ്ങളെ പറ്റി എന്തെങ്കിലും സംസാരിച്ചാൽ എന്ത് അഭിപ്രായമായിരിക്കും അവർ പറയുന്നുണ്ടാവുക, നിങ്ങളെ പറ്റിയിട്ട് എന്തായിരിക്കും കൺവേ ചെയ്യുന്നുണ്ടാവുക നമുക്ക് നോക്കാം. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. വേറെന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, വേറൊന്നുമില്ല. റീഡിങ്ങിലേക്ക് പോവാപ്പോ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോട് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി സംസാരിച്ചാൽ എന്തായിരിക്കും പറയണ്ടാവുക എന്ന് പറഞ്ഞു തരും. എടുക്കാം കേട്ടോ. Knight of Pentacles, King of Cups, Two of Wands, Five of Swords, Eight of Pentacles, Six of Pentacles, Two of Swords, Lovers, Nine of Pentacles, Queen of Pentacles, Temperance, Star, Judgment. നിങ്ങൾ വളരെ സ്പിരിച്വലി മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവർ ആദ്യമായിട്ട് പറയും കേട്ടോ. സ്പിരിച്വലി വളരെ ഇതായിട്ടുള്ള, നിങ്ങളിൽ ചിലപ്പോൾ ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ട് ഹൈലി ഇൻറ്റ്യൂഷൻസ് ഉള്ള വ്യക്തിയുമായിരിക്കാം എന്ന് അവർ പറയാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഒക്കെ അവർക്ക് വളരെ ഭംഗിയായി വർക്ക് ചെയ്യാറുണ്ട് എന്ന് അവർ പറയാറുണ്ടായിരിക്കും. അതുപോലെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും ഇവർ പറയുന്നുണ്ടാവും. ഇത് എസ്പെഷ്യലി നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ മറ്റു സുഹൃത്തുക്കളോട് പറയുന്നുണ്ടാവുക അങ്ങനെ ആയിരിക്കും, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ പറ്റി പറയുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട് എന്നവർ ഓവറോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് അവരോട് സ്നേഹം ഉണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടേതൊരു സ്ട്രോങ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നും അവർ പറയുന്നു. പക്ഷെ നിങ്ങളുടെ ഭാഗം അവർക്ക് മനസ്സിലാവുന്നില്ല എന്നായിരിക്കും അവർ പറയേണ്ടാവുക കേട്ടോ. നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ ചില സമയത്ത് അവർക്ക് തോന്നും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്, ചില സമയം അവർക്ക് കൺഫ്യൂസ്ഡ് ആവുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു ക്രോസ് റോഡ്സിൽ പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായി, നിങ്ങൾക്കോ അവർക്കോ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നു. എയ്തർ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും തന്നെ മൂന്നാമതൊരു വ്യക്തി മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ലോങ് ഡിസ്റ്റൻസിലുമാണ്, വല്ലപ്പോഴൊക്കെ ആയിരിക്കും കാണാൻ കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതൊരു ബോധറേഷൻ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാത്തത് എന്ന് അവർക്ക് തോന്നുന്നു എന്ന് അവർ പറയാറുണ്ട്. വല്ലാത്ത സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ട് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ സ്നേഹം മുഴുവനായിട്ട് നിങ്ങളുടെ അടുത്ത് തുറന്ന് കാണിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, കാരണം നിങ്ങളൊരു മിസ്റ്റീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്നേഹം വേണ്ട പോലെ പ്രകടിപ്പിക്കാൻ അവർക്കൊരു തടസ്സം ഫീൽ ചെയ്യുന്നു എന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നൊരു പ്രശ്നമാണ് അവർ പറയുന്നത്. അതേപോലെ നിങ്ങളെ കാണുമ്പോഴൊക്കെ നിങ്ങൾ പൊതുവെ തിരക്കുള്ള വ്യക്തിയാണ് എന്നും അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. വളരെ തിരക്കുള്ള, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് എ ടൈം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നും അവർക്ക് തോന്നാറുണ്ട്. വീട്ടിലെ കാര്യങ്ങളായാലും ഓഫീസിലെ കാര്യങ്ങളായാലും എല്ലാം ഇങ്ങനെ ഓടി നടന്ന് സ്വന്തം ചുമലിലേറ്റി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് അവർക്ക് തോന്നാറുണ്ട്. അതും അവർ പറയുന്നു. അതുപോലെ അത്യാവശ്യക്കാരെ സഹായിക്കാൻ നിങ്ങൾ മടിക്കാറില്ല എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജെനുവിൻ ആണ് എന്ന് ഫീൽ ചെയ്താൽ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നും അവർ പറയാറുണ്ട്. ഓക്കെ, അതേപോലെ അവര് നിങ്ങളുടെ അടുത്ത് സട്ട്ലി വളരെ പ്രകടിപ്പിച്ചതാണോ അവരുടെ സ്നേഹം പല രീതിയിൽ, വാക്കുകൊണ്ടല്ലെങ്കിലും അവരുടെ നോട്ടം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് ഇവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു കാണും. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവാത്ത പോലെ നിങ്ങൾ പെരുമാറുന്നു എന്നും
അവർ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഉത്തരം അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ തീരുമാനം എന്താണ് എന്നവർക്ക് വ്യക്തമായിട്ടില്ല എന്നുള്ള രീതിയിലും അവർ അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നതായിട്ട് കാണുന്നു. പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തി ഈ ലോകത്തില്ല. അവരുടെ കണ്ണിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് അവരുടെ താരം. നിങ്ങൾ ജീവിതത്തിൽ വന്നാൽ അത് ഭയങ്കര ഒരു ലക്കായിരിക്കും എന്ന് അവർ പറയുന്നു. ഓക്കെ, അതേപോലെ ഒരു വല്ലാത്ത മനസമാധാനം അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട് എന്നും അവർ പറയുന്നു. ഒരു നല്ല ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം, എന്ത് രീതിയിലായാലും ശരി, നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു മനസമാധാനം ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ നിങ്ങൾ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ആൻഡ് 9 ഓഫ് പെൻഡക്കിൾസും അവരെ മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സ്വയം സ്നേഹിക്കുന്ന, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വളരെയധികം കീപ്പ് ചെയ്യുന്ന, അതേപോലെ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള, വളരെ ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതവർ പറയുന്നു. അതേപോലെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല. മുന്നിൽ നിൽക്കുന്ന ആരായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം മുഖത്തടിച്ച പോലെ തുറന്നു പറയും. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ നിങ്ങളെ കാണാനും അവർക്ക് ഇഷ്ടമാണ്. നല്ല ഭംഗിയാണ്, നല്ലതായിട്ട് ഒരുങ്ങും. അതേപോലെ നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ സംസാര രീതി, ചില ആക്ഷൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുമ്പോൾ ചെയ്യുന്നത്, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ മുടി, അങ്ങനെ ഓരോന്നും ഇവർ പറയുന്നുണ്ട്. അതെല്ലാം എന്ത് രസമാണ് എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ കളർ പ്രത്യേകതയുള്ള കളറാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ടാവും കേട്ടോ. അതേപോലെ അല്പം ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെന്നും അവർ പറയാറുണ്ട്. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ പെട്ടെന്ന് പ്രതികരിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഇമോഷൻസ് കുറച്ച് ഹൈ ആയിട്ടുള്ള, പെട്ടെന്ന് കരയാറുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നവർ പറയുന്നത്. അതേപോലെ അവർ പറയുന്നത്, നിങ്ങളെ കാണുമ്പോൾ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നു. എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആവായി പട്ടികളുടെ ശബ്ദം, എന്താ ചെയ്യുക. അവർ പറയുന്നത്, നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നു. നിങ്ങളെ ഏതോ ജന്മം മുതൽ അവർക്കറിയാം എന്ന്, നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ. ദൈവം അവർക്കായിട്ട് കണ്ടുവച്ചിട്ടുള്ള പാർട്ട്ണർ നിങ്ങളാണ് എന്നവർക്ക് ഫീൽ ചെയ്യുന്നു എന്നും അവര് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടൊരു വ്യക്തിയാണ് എന്നും അവര് കരുതാറുണ്ട്. എല്ലാം ഒരു പോസിറ്റീവ് സൈഡിൽ കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഒരു കാര്യത്തിന്റെ നെഗറ്റീവ് സൈഡിൽ പെട്ട് ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമമോ ദേഷ്യമോ തോന്നിയാൽ നിങ്ങൾ ഉടനെ അത് പ്രകടിപ്പിച്ച കാര്യം അവിടെ തീർക്കും. ആ നെഗറ്റിവിറ്റി പിടിച്ചു വെച്ചത് പിന്നേക്ക് പ്രകടിപ്പിച്ച് അങ്ങനെയല്ല, അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ പറഞ്ഞു തീർക്കുന്ന വ്യക്തിയാണ്. അത് നിങ്ങളുടെ ക്യാരക്ടറിൽ ഒരു വലിയ പോസിറ്റീവ് എലമെന്റ് ആണെന്ന് ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും നല്ലതായി തന്നെ കലാശിക്കും എന്ന് അങ്ങനെയും പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അത് ജോലിയിലാവട്ടെ മറ്റ് കാര്യങ്ങളിലാവട്ടെ അങ്ങനെ തന്നെയാണെന്നാണ് അവര് കരുതുന്നത്. വളരെ പോസിറ്റീവ് വ്യക്തിയാണ് എന്ന് അവര് കരുതുന്നു കേട്ടോ. അതേപോലെ സൗഹൃദങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കുഞ്ഞുകാലം മുതലുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ കീപ്പ് ചെയ്യുന്ന, റിലേഷൻഷിപ്സിനെ വളരെ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നും നിങ്ങളുടെ പേഴ്സൺ അഭിപ്രായമുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഇതേപോലെ ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ സുഹൃത്തുമായിരിക്കാം. ഓക്കെ, മനസ്സിൽ ഇഷ്ടം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു എംപ്രസ് ആണ് എന്നും അവർ പറയുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങളെ പോലെ ഇരിക്കണം എന്ന് നമ്മൾ കരുതും. നമ്മളുടെ സങ്കല്പത്തിൽ ഒരു ലൈഫ് പാർട്ട്ണർ ഉണ്ടാവുമല്ലോ, അതിൽ ചേർന്ന് പോകുന്ന ഒരു ആളാണ് നിങ്ങളെന്നാണ് അവരുടെ ഫ്രണ്ട്സിനോട് പറയുക കേട്ടോ. ഫ്രണ്ട്സിനോട് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പോലെ നിങ്ങളെ കാണാനും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓരോന്നും അവർക്ക് ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ സംസാരം, പെരുമാറ്റം, നിങ്ങൾ കൊടുക്കുന്ന കെയർ, നിങ്ങളുടെ എലഗൻസി, അതെല്ലാം ഇവർക്ക് ആരാധനയാണ് നിങ്ങളുടെ അടുത്ത് ബേസിക്കലി പറഞ്ഞാൽ. ഓക്കെ, അതവർ പറയും നിങ്ങൾ ഒരു ഹാപ്പി പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ. പറഞ്ഞു തരുന്നില്ല, അതേപോലെ ഒരു ഹാപ്പി പേഴ്സൺ ആണ് നിങ്ങൾ. ഇപ്പൊ ഒരുമിച്ച് ഒരു യാത്രയൊക്കെ പോയാൽ ഒരു ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമാശ പറയുന്നത്, ചിരിക്കുന്നത്, മറ്റുള്ളവർ ചിരിപ്പിക്കുന്നതെല്ലാം നിങ്ങളായിരിക്കും.
അപ്പൊ ആ സ്ഥലത്തിന് ഒരു ഗ്ലൂമിനെസ് ഉണ്ടാവത്തില്ല. നിങ്ങളുള്ള അവിടെ എപ്പോഴും ആൾക്കാർ ഹാപ്പി ആയിരിക്കും എന്നും അവര് പറയുന്നുണ്ട്. നിങ്ങളുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് എന്നും അവർ പറയാറുണ്ട്. ആരെയും സംസാരിച്ച് വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിവുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ സംസാരിച്ച് നേടേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അവർ പറയുന്നത് കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നും അവര് പറയാറുണ്ട്. അവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങൾക്ക് മടിയില്ല. എത്ര എഫേർട്ട് ഇടാനും അവരെ ഹെൽപ്പ് ചെയ്യാനും എല്ലാം നിങ്ങൾ റെഡിയാണ് എന്നുള്ള രീതിയിലും അവർ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 2 കാർഡ് ഷഫിൾ ചെയ്തിട്ടെടുക്കാം. കുടുംബത്തിനെ വളരെ കെട്ടുറപ്പോടെ നോക്കുന്ന ആളാണ് നിങ്ങൾ എന്നും അവര് പറയാറുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴേ പറയാം, ഇതിന്റെ എഡിറ്റിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് തോന്നും ഞാൻ കാർഡ് മാറ്റിയിട്ട് വീണ്ടും എടുക്കുന്നതായിട്ട്. അതേ കാർഡ് തന്നെയാണ് എടുക്കുന്നത്. കാരണം പട്ടികളുടെ സൗണ്ട് ഓവർലാപ്പ് ചെയ്ത് വരുമ്പോൾ ഞാൻ കാർഡ് തന്നെ താഴേക്ക് വെച്ചിട്ട് വീണ്ടും കാണിക്കുന്നതാണ്. അത് ഈ ശബ്ദം അരോചകമായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് കഴിയുന്നതും അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഞാൻ കാർഡ് മാറ്റി എടുക്കുന്നതല്ല, അതേ കാർഡ് തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും കാണിക്കുന്നതാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, കുടുംബം വളരെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നും അവർക്ക് തോന്നാറുണ്ട് എന്ന് അവര് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ വളരെ പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുന്ന, നേരത്തെ വീൽ ഓഫ് ഫോർച്യൂണും അത് തന്നെയായിരുന്നു. ഏറ്റവും അധികം പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെന്നും അവര് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റി അവർക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളോട് പറയുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ന് അത്രയും മതി. ഇപ്പൊ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി പട്ടികളുടെ സൗണ്ട് ക്ഷമിക്കുക. ഇന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. എത്ര ഓടിച്ചിട്ടും വീണ്ടും വരുന്നു. വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. നാളത്തേക്ക് ഈ എന്തെങ്കിലും സൗണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ചെയ്യാം. മൈക്ക് വെച്ചിട്ടും അതിൻ്റെ മേലെ കൂടെ ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. എന്ത് ചെയ്യാം, ക്ഷമിക്കുക കേട്ടോ. ഇന്നൊരു ദിവസം ക്ഷമിക്കൂ. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.